ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ മനോഹറിനെ മരിയേനെയാണ്. മരിയ മനോഹറിന്റെ ചോദിക്കുന്നുണ്ട്, അല്ല നീ എല്ലാം നോക്കിയല്ലോ അല്ലേ, ടിക്കറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഹോ, ഇപ്പോഴാണ് സമാധാനമായത്. എന്തായാലും നമ്മൾ നാളെ അമേരിക്കയിലേക്ക് പോകാൻ പോവാ. അതെ, ഹോ, എത്ര നാളെ അമേരിക്ക യാത്ര മുടങ്ങുന്നത്. എന്തായാലും നാളെ നമ്മൾ അമേരിക്കയിൽ പോകും അല്ലേ മരിയ? തീർച്ചയായിട്ടും പോവോടാ എന്ന് പറയാണ്. ഹാ, എന്തായാലും നീ റെസ്റ്റ് എടുത്തോ, നാളെ യാത്ര ചെയ്യേണ്ടതല്ലേ. അല്ല, നീ എന്താ കിടക്കുന്നില്ലേ? ഇല്ലടാ, കിടന്നാലും എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നണില്ല. നീ കുറെ നാളെ ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയിട്ട് നീ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് ഈ അപ്പാർട്ട്മെന്റിൽ 2-3 പേര് പരിചയമൊക്കെ ഉണ്ട്, അവിടത്തൊക്കെ യാത്ര പറയാനുണ്ട് എന്ന് പറയുമ്പോഴേക്കും മനോഹർ വേഗം മരിയയുടെ കയ്യിലേക്ക് പിടിക്കാട്ടോ. മരിയ മനസ്സിൽ വിചാരിക്കുകയാണ്, ഷോ ഇവനിപ്പോ പിടിക്കുമ്പോ എനിക്കൊരു വിശപ്പാമ്പ് കയ്യിൽ പിടിച്ച പോലെയാ തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മരിയ പതിക്കെ മനോഹറിന്റെ കയ്യിനെ മാറ്റുവാട്ടോ. എടാ, നീ ഉറങ്ങിക്കോ. എന്താ മരിയ ഇത്, കുറച്ചു നേരം നിന്റെ കൂടെ ഇരിക്കാൻ തന്നെ വിചാരിച്ചത്. എടാ, നാളെ നമ്മൾ ഈ സമയത്ത് അമേരിക്കയിലായിരിക്കും, അവിടെ നമുക്ക് ഒരുമിച്ചിരിക്കാലോ. ശരി, എങ്കിൽ നീ കിടന്നോ, ഞാൻ വരാം എന്ന് പറയാണ്. അങ്ങനെ മനോഹർ അവിടെ കിടന്നുറങ്ങുവാണ്. മരിയ ദേഷ്യത്തോടു കൂടി തന്നെ മനോഹറിനെ ഇങ്ങനെ നോക്കി നിൽക്കുവാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ സരയൂനെയാണ്. സരയൂ ഒരു റൂമിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാട്ടോ. അവിടേക്ക് താര വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. സരയു ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കയറിപ്പോയില്ലായിരുന്നോ? ശേഷം സരയുവിന് അത് അങ്ങനെ അതായത് അങ്ങനെ ചെയ്യണം നല്ലതെല്ലാം തോന്നിയിട്ട് സരയു അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ശേഷം വെള്ളം കുടിക്കാനായിട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ സരയു നടു റോട്ടിലൂടെ ഉച്ചവെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അവിടെ ഒരു പൈപ്പ് കാണുന്നുണ്ട്. റോഡ് സൈഡിൽ ഒരു പൊതു പൈപ്പ് കാണുന്നുണ്ട്. ആ പൈപ്പിൽ വെള്ളം കുടിക്കാൻ വേണ്ടി സരയു പോയി നോക്കുമ്പോൾ അതിൽ വെള്ളം വരുന്നില്ല കേട്ടോ. പെട്ടെന്നാണ് അതിലേക്കൂടി ഓട്ടോറിക്ഷയ്ക്ക് പോകുന്ന താര ആ കാഴ്ച കാണുന്നത്. വേഗം തന്നെ താര സരയുവിന്റെ അടുത്തേക്ക് പോവാണ്. സരയു താരനെ കണ്ടതും, നിങ്ങൾ എന്തിനാ കരയണത്? നിങ്ങൾ അല്ലേ അമ്മ, എന്റെ അമ്മ, നിങ്ങളല്ലേ എന്റെ സ്വന്തം അമ്മ എന്ന് പറഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാട്ടോ. അത് കാണുമ്പോ താരക്ക് വിഷമമാണ്. അങ്ങനെ താരയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സരയുവിനെ ഓട്ടോറിക്ഷയ്ക്ക് കയറ്റി വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കാട്ടോ. അതിനുശേഷം പിന്നെ കാണിക്കണത് ഇപ്പത്തെ ഭാഗം തന്നെയാണ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. അങ്ങനെയാണ് താര സരയുവിന്റെ അടുത്ത് എത്തിയട്ടോ. സരയു ചോദിക്കണ്ടല്ല, ഇപ്പൊ വാതിൽ മുട്ടിയത് ആരായിരുന്നു അമ്മേ? കിരണും കല്യാണി ആയിരുന്നോ? എന്ന് പറഞ്ഞ മോളുമാണ്. അവരറിഞ്ഞിട്ടില്ലല്ലോ ഞാനിവിടെയുള്ള കാര്യം. ഇല്ല എന്ന് താര കാണിക്കണ്ട്. വേണ്ടമ്മേ, അവരോടത്ത് ആർത്തും പറയണ്ട ഞാനിവിടെയുള്ള കാര്യം. എനിക്ക് അവരൊന്ന് ഫേസ് ചെയ്യാൻ വയ്യമ്മേ. സത്യം പറഞ്ഞ കിരണും കല്യാണിയും ചന്ദ്രസേനും രൂപാന്റിയും ഒക്കെ നല്ലവരായിരുന്നു, പാവങ്ങളായിരുന്നു. അവരെയൊക്കെ ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കണത്. ഇനി അവർക്കൊന്നൊരു ഭാരമായിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ലമ്മേ. എന്റെ മോള് അവിടെയാ ഉള്ളത്. പക്ഷെ അവളുടെ ഇടയ്ക്ക് എനിക്ക് കാണണമെന്ന് തോന്നുമ്പോ അമ്മ അവിടെ പോയിട്ട് അവളെ കൊണ്ടുവരണം. കിരണും കല്യാണിയും അമ്മ ഇവിടെ വന്നിട്ട് സംശയത്തോടെ വന്നതായിരിക്കും അല്ലെ? അവരുടെ സംശയം മാറിയോ എന്ന് ചോദിക്കുമ്പോ താര ചെറിയൊരു സംശയം ഉണ്ടെന്ന് പറയാണ്. സരയു പറയണ്ട, അവർക്ക് സംശയം ഉണ്ടാവും. കാരണം അമ്മ രൂപാനിയുടെ കൂടെ അല്ലേ നിന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴേക്കും അതായിരിക്കും അവരും പുറകെ വന്നത്. എന്തായാലും അവർക്കൊന്നും ആരും അറിയണ്ട ഇപ്പോ ഞാൻ അമ്മയുടെ കൂടെയുള്ള കാര്യം. ആരെങ്കിലും അന്വേഷിച്ച് അവര് കണ്ടുപിടിച്ചോട്ടെ, നമ്മളായിട്ട് ആർത്തും പറയണ്ട. അതുവരെ നമുക്കിവിടെ സന്തോഷത്തോടെ എന്റെ അമ്മയുടെ സ്നേഹത്തോടെ എനിക്കിവിടെ കഴിയാലോ. അല്ലമ്മേ, എനിക്ക് ആ മനോഹറിനെ ഒരിക്കൽ കൂടി കാണണം. അവനെ കൊല വിളിക്കണം. വേണ്ട എന്ന് താര കാണിക്കുകയാണ്. ഇനിയിപ്പോ ഞാൻ അവനെ കൊന്നില്ലെങ്കിലും അവൻ ജയിലിലേക്കാണമേ പോവാൻ പോണത്. ജയിലിലേക്ക് പോയാൽ എന്റെ അച്ഛൻ അവിടെയുണ്ട്, അച്ഛൻ അവന്റെ കഥ തീർത്തോളും എന്നൊക്കെ സരയു പറയാണ്. എന്തായാലും എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ചുറ്റുമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് സരയു പൊട്ടിക്കരയാട്ടോ. താര സരയുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കണത് വീണ്ടും നമ്മുടെ മനോഹറിനെ തന്നെയാട്ടോ. രാവിലെ തന്നെ മനോഹർ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ മരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, നീ റെഡിയായോ എന്ന് ചോദിക്കുമ്പോ റെഡിയായി. അല്ല, ടിക്കറ്റും കാര്യങ്ങളൊക്കെ നോക്കിയല്ലോ അല്ലെ? എല്ലാം നോക്കി, ഒരു കുഴപ്പമില്ല, എല്ലാം ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയത് കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് തന്നെയാ എല്ലാം വെച്ചിരിക്കുന്നത്. എല്ലാം ഭദ്രമായിട്ടുണ്ട്. ഹോ, എന്തായാലും അമേരിക്കയിൽ എത്തിയാലേ സമാധാനാവുള്ളൂ. നിന്റെ മുറിവ് ഒരു പ്രശ്നം. 5-6 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഈ മുറിവ് ഒരു പ്രശ്നമാവോടാ? ഒരു പ്രശ്നവുമില്ല. അതെ, നമുക്ക് അമേരിക്ക പോയിട്ട് അവിടെ നല്ലൊരു ഡോക്ടറെ കാണണോട്ടോ. നല്ല ഡോക്ടർമാരെയൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ പോയി കാണാം. പിന്നെ അമേരിക്കയിൽ എത്തിക്കഴിയുമ്പോ തന്നെ അവിടെ എയർപോർട്ടിൽ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും നമ്മളെ സ്വീകരിക്കാനായിട്ട്. ഈ ഫ്രണ്ട്സിനൊന്നും ഇപ്പൊ വിളിക്കണ്ടായിരുന്നു മരിയ. അമേരിക്ക പോയിട്ട് ഒരാഴ്ച നമുക്ക് സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങി അവിടെയൊക്കെ ചുറ്റി കണ്ടതിന് ശേഷം ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചാൽ മതിയായിരുന്നു. എടാ, അത് ശരിയാവില്ല. എന്റെ കൂട്ടുകാരാ, അവരൊക്കെ വരുമ്പോ തന്നെ അറിയിച്ചില്ലെങ്കിൽ എല്ലാവർക്കും പിണക്കാവും. നീ അതിനെക്കുറിച്ചൊന്നും ആർത്ത് ഒന്നും വിഷമിക്കേണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ? ഇറങ്ങാം എന്ന് പറയാണ്. അങ്ങനെ മരിയ മനോഹറും
കൂടി അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. അപ്പൊ റിസപ്ഷനിലെ പുള്ളിക്കാരനെ അവിടെ വരുന്നുണ്ട്. ആഹാ, മേഡം സാറും ഇറങ്ങുവാണോ? അതെ, ഇറങ്ങുവാണോ. ഹോ, എന്തായാലും ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഹാപ്പി ജേർണി, എന്നാലും അടിച്ചു പൊളിച്ചിട്ട് പോയിട്ടൊക്കെ വാ എന്ന് പറയാണ്. മനോഹർ പറയണ്ട, അതെ അതെ, എപ്പോഴും അമേരിക്ക യാത്ര മുടങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, ഇന്ന് എന്തായാലും നമ്മൾ പോകാൻ പോകുക. എന്തായാലും സാറും മേഡം സന്തോഷത്തോടെ പോയിട്ട് വാ എന്നൊക്കെ പറയാട്ടോ അദ്ദേഹം. അങ്ങനെ മരിയം അതുപോലെ തന്നെ മനോഹരം കൂടി അവിടുന്ന് വണ്ടിയിലേക്ക് കയറാ. ആ സമയത്ത് റിസപ്ഷനിസ്റ്റ് മനസ്സിൽ വിചാരിക്കുന്ന വൃത്തികെട്ടവൻ, നീ അമേരിക്ക കണ്ട തന്നെടാ, നീ കാണുമ്പോൾ പോകുന്നത് സെൻട്രൽ ജയിലാ എന്നൊക്കെ പുച്ഛത്തോടൊരു ചിരിയോടുകൂടി തന്നെ അയാൾ അകത്തേക്ക് പോവാട്ടോ. ശേഷം മരിയം മനോഹരം കൂടിയിട്ട് കാറിലേക്ക് കയറുകയാണ്. മരിയ അടുത്ത് മനോഹർ ചോദിക്കണ്ട, നീ ടിക്കറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലെ ബാഗിൽ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോ മരിയ ആ ടിക്കറ്റ് കാണിച്ചെടുക്കാണ്. കണ്ടില്ലേ, ടിക്കറ്റ് ഒക്കെ എന്റെ കയ്യിൽ ഭദ്രവാ, ഹാവു സമാധാനം എന്ന് പറയാണ്. അങ്ങനെ മരിയ മനോഹരം കൂടി ഈ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വഴി തെറ്റിപ്പോണ പോലെ മനോഹറിന് തോന്നുവാട്ടോ. അയ്യോ, വഴി തെറ്റിപ്പോയി, ഈ വഴിയല്ല അപ്പുറത്തെ വഴിയായിരുന്നില്ലേ മരിയ എന്ന് ചോദിക്കുമ്പോ മരിയ പറയണ്ട്, എടാ ഇത് കുറുക്ക് വഴിയാ, ഇതിലേക്കൂടി പോയിക്കിനാ, 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എയർപോർട്ട് എത്താം. 5 മിനിറ്റ് കൊണ്ട് എയർപോർട്ട് എത്താന്നോ? ഒരു 10-15 കിലോമീറ്റർ അല്ലേ? ആടാ, പക്ഷെ ഇതിലേക്ക് പോയിക്കാൻ 5 മിനിറ്റ് കൊണ്ട് എത്താന്നേ. വേണമെങ്കിൽ നീ ഡ്രൈവറിനോട് ചോദിച്ചു നോക്ക്. ചേട്ടാ, ഈ വഴി കൂടി പോയാൽ പെട്ടെന്ന് എത്തില്ലേ? എത്തും പെട്ടെന്ന് എത്തും എന്ന് ഡ്രൈവറും പറയാണ്. കണ്ടില്ലേ, ഞാൻ പോകുമ്പോഴൊക്കെ ഈ വഴിയാ പോവാറ്. ഓ അങ്ങനെയാണോ? ഇതുപോലൊരു വഴിയുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അത് മനോഹർ പറയുമ്പോ, എടാ ഈ വഴി പോണതാ നല്ലത്. ഇനി പോകുന്ന വഴിക്ക് നിന്റെ അമ്മാവന്മാരുടെ മക്കളോ കണ്ട പ്രശ്നമാവില്ലേ? അത് നീ പറഞ്ഞ ശരിയാ എന്നൊക്കെ പറയാണ്. അങ്ങനെ മനോഹറും മരിയയും കൂടി നേരെ പോണ പോലീസ് സ്റ്റേഷനിലേക്കാട്ടോ. അവിടെ എത്തുമ്പോ മനോഹർ ചോദിക്കണ്ട, അല്ല മരിയ, നീ എന്തിനാ ഇവിടെ വണ്ടി നിർത്താൻ പറഞ്ഞത്? നമുക്ക് ഇവിടെ അല്ലല്ലോ, എയർപോർട്ടിലല്ലേ പോണത്, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? എടാ, ഇവിടെ എന്റെ അങ്കിള് വർക്ക് ചെയ്യാ, ഇവിടുത്തെ എസ് എന്റെ അങ്കിളാണ്, അങ്കിളിനോട് കൂടി യാത്ര പറഞ്ഞിട്ട് പോവാം. മരിയ, ഞാൻ വരുന്നില്ല, നീ പോയി യാത്ര പറഞ്ഞോ. അതെങ്ങനെ ശരിയാവും, നീ ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അങ്ങനെ മരിയ മനോഹരനെ അവിടെ നിന്ന് പിടിച്ചിറക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് പിടിച്ചിറക്കിയിട്ട് കുറച്ചിങ്ങനെ പോകുമ്പോഴേക്കും അവിടേക്ക് കിരണും കല്യാണിയും വരുവാണ്. ദൈവമേ, കിരണും കല്യാണിയോ എന്ന് മനോഹർ വിചാരിക്കുമ്പോഴേക്കും, എന്താടാ നീ അവരെ നോക്കണം, നിനക്ക് അവരെ പരിചയമുണ്ടോ? ഓ, ആ പെൺകൊച്ച് നിന്റെ അമ്മാവന്റെ മോളാണല്ലേ? അതെ അതെ, അവരെന്താ ഇവിടെ? പോലീസ് സ്റ്റേഷനിലാടാ, അറിയില്ല എന്ന് പറയാണ്. അവിടേക്ക് കിരൺ വരുന്നുണ്ട് കേട്ടോ. ഹലോ മേഡം, മേഡത്തിന് എന്നെ മനസ്സിലായോ? ഓ മനസ്സിലായി, കിരണല്ലേ? അതെ അതെ. അല്ല മേഡം, ഞങ്ങളുടെ കമ്പനിക്ക് കൺസ്ട്രക്ഷൻ വർക്ക് തരാന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ തരാതിരുന്നത്? അതോ എന്റെ ഹസ്ബൻഡിനെ ആ കമ്പനി അത്രക്കട ഇഷ്ടമില്ല, അതുകൊണ്ടാ. ഓ, ഇതാണോ മേഡത്തിന്റെ ഹസ്ബൻഡ് എന്ന് ചോദിക്കാണ്. അതെ, ഇതാ എന്റെ ഹസ്ബൻഡ് മനോഹർ എന്ന് മരിയ പറയാണ്. ആ സമയത്ത് കിരൺ ചോദിക്കണ്ട്, അടാ മനോഹരെ, നിനക്ക് എന്താടാ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനി ഇഷ്ടമല്ലേ? ഞങ്ങളുടെ വർക്കൊന്നും ഇഷ്ടമല്ലേടാ? അതുകൊണ്ടിട്ടാണോ നീ നിന്റെ ഇപ്പോഴത്തെ ഭാര്യനെ ഞങ്ങളുടെ വർക്ക് വേണ്ടെന്നിട്ട് കൊണ്ടുപോയത്? എന്നാലും വല്ലാതെ കഷ്ടമായി പോയടാ, ഞങ്ങളുടെ ഒരു വർക്കാണല്ലോടാ നീ കളഞ്ഞത് എന്നൊക്കെ കിരൺ പറയാണ്. അത് കേട്ട് കല്യാണി ചോദിക്കേണ്ട മനോഹരത്ത്, അല്ല മനോഹരെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, അല്ല ഇത് നിന്റെ എത്രാമത്തെ ഭാര്യയാടാ എന്ന് കല്യാണി മനോഹറിന്റെ മുഖത്ത് നോക്കി ചോദിക്കാണ്. മനോഹരനാകെ വല്ലാതെ ബുദ്ധിമുട്ട് പോലെ തോന്നാണ്. മനോഹർ ആ സമയത്ത് മരിയയുടെ മുഖത്ത് നോക്കുമ്പോ മരിയും ഒരു പുച്ഛത്തോടു കൂടി തന്നെ മനോഹറിനെ നോക്കാട്ടോ. മനോഹറിന് ഏറെ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. മരിയൻ തന്നെ ചതിക്കുവാണോ എന്നുള്ള കാര്യം മനോഹറിന് ഏകദേശമൊക്കെ മനസ്സിലായ രീതിയിലാട്ടോ മരിയയുടെ മുഖത്തേക്ക് നോക്കുന്നത്. ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.